ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്നുള്ള ചാപ്റ്ററിൽ പ്രീവിയസ് ഇയറിൽ +2 മാത്സിൽ നമ്മളോട് ചോദിച്ച ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് സൈൻ 160 ഡിഗ്രി? ഓക്കെ, ഓപ്ഷൻസ് തന്നിട്ടുണ്ട് 160 ഡിഗ്രി, 70 ഡിഗ്രി, -20 ആൻഡ് 20. എങ്ങനെ നമുക്കിത് കണ്ടുപിടിക്കാം? നമ്മുടെ കയ്യിൽ നമ്മൾ ഇൻവേഴ്സിൽ പഠിച്ച വളരെ കുറഞ്ഞ പ്രോപ്പർട്ടീസിൽ ഒരു പ്രോപ്പർട്ടിയാണ് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ തീറ്റ ഈക്വൽ ടു വാട്ട്? ഈക്വൽ ടു തീറ്റയാണ് എന്നുള്ള ഒരു പ്രോപ്പർട്ടി. ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? വേർ തീറ്റ ബിലോങ്സ് ടു ക്ലോസ്ഡ് ബ്രാക്കറ്റ് -π/2 ടു π/2 ആവണം എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട് അല്ലേ? അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. നമ്മുടെ കയ്യിൽ വന്ന ഡിഗ്രി എത്രയാണ്? 160 ഡിഗ്രിയാണ്. 160 ഡിഗ്രി നോട്ട് ബിലോങ്സ് ടു -90 ടു 90. 90ൻ്റെയും -90ൻ്റെയും അടിയിൽ വരുന്ന ആളാണ് 160 ഡിഗ്രി എന്നുള്ളത്. ഇല്ല, പുറമേ വരുന്ന ആളാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഇവിടെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. നമ്മൾ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമ്മൾ പല ആളുകളും തെറ്റിക്കും അല്ലേ? ആദ്യം തന്നെ ഈ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ട് ആൻസർ 160 എന്ന് കൊടുക്കും. കാരണം എന്താ? ഓപ്ഷനിൽ 160 ഓൾറെഡി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ ചെയ്യാം? നമുക്കറിയാം ASTC നമ്മളെ ചാർട്ടിൽ ASTCയിൽ ഇവിടെ 0, 90, 180 ആൻഡ് 270 അഗെയിൻ റൊട്ടേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ 360-ലെത്തും. ഇവിടെ 160 എന്നുള്ള ഡിഗ്രി വരുന്നത് ഏകദേശം ഇവിടെയാണ് 160 ഡിഗ്രി വരുന്നത്. 160 ഡിഗ്രിയിലേക്ക് നമുക്ക് രണ്ട് വഴി എത്താം. ഒന്ന് 90യുടെ കൂടെ എത്ര പ്ലസ് ചെയ്യുക? ഒരു +70 പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 160-ലെത്താം. 180യിൽ നിന്ന് ഒരു -20 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 160-ലെത്താം. ഓക്കെ, നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ബേസ് ചെയ്തിട്ട് തന്നെ നമുക്കിത് സോൾവ് ചെയ്യാനുള്ളത്. ഇവിടെ എന്താണ്? സൈൻ സപ്പോസ് സൈൻ π/2 + 70 എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ആൻസർ cos 70 എന്നുള്ളതാണ് കിട്ടുക. cos 70 വരുന്നതോടുകൂടി നമുക്കിവിടെ പ്രോപ്പർട്ടി പോസിബിൾ അല്ല. കാരണം എന്താ? സൈൻ ഇൻവേഴ്സ് ഓഫ് cos 70 എന്ന് വരും. അത് ഇമ്പോസിബിൾ ആണ്. അത് പ്രോപ്പർട്ടി ബേസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല അല്ലേ? ഒരു മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്. കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ട സ്റ്റെപ്സ് ഒന്നും ഇതിനധികം ഉണ്ടാവില്ല. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വഴി എന്താ ഉള്ളത്? സൈൻ π -20 എന്നുള്ളത്. സൈൻ π -20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയാണ് സൈൻ 20. ഇതെങ്ങനെ cos 70 സൈൻ 20 എന്നൊക്കെ വരുന്നതിൻ്റെ ഡീറ്റെയിൽസ് നമ്മളെ ഇതിൻ്റെ ക്ലാസ് ലെക്ചേഴ്സിൻ്റെ വീഡിയോസിൽ നമ്മൾ ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട്. അത് വേഗം പോയിട്ട് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തത് ഈ സൈൻ π/2 - തീറ്റ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? വേർ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ എന്താ വരുന്നത്? 20 ഡിഗ്രി. നമ്മളെ ഓപ്ഷനിൽ 4th ഓപ്ഷനാണ് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്.